വീണ്ടും ഒരു അടിപൊളി ട്രാവൽ വ്ളോഗുമായിട്ട് മാമനും മരുമനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൈക്കനാലിലേക്കാണ്. നമ്മളതിപ്പോ പഴനി എത്തി. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് പഴനി ടെമ്പിൾ. അപ്പോൾ എന്താണ് മാമ പരിപാടി? ഇന്ന് കൊടൈക്കനാൽ പ്രിൻസസ് ഓഫ് ഹിൽസ്. അപ്പൊ പഴനിന്ന് അതാണ് കൊടൈക്കനാൽ പോണ റൂട്ട്. അവിടെ നേരെ ഇനി ഒരു 65 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊടൈക്കനാലിലേക്ക്. രാവിലെ 4 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയത് തൊട്ട് മഴ നല്ല ഐശ്വര്യമായിട്ട് തുടക്കം. മഴ അങ്ങോട്ടില്ലെങ്കിൽ ഒരു സമാധാനം അല്ലേ. നമ്മൾ ഹരിനെ വിളിക്കാൻ വന്നതാണ്. എവിടെയോ ഉണ്ട് ഹരി. നമ്മുടെ എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ പെട്രോൾ പമ്പാണത്. കാണാനില്ലല്ലോ. ഇതെന്താ സാധനം? ഫോട്ടോ എന്തത്? കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. തോർത്ത് തുമ്മല് വരും. അടിപൊളി. തണുപ്പുണ്ട്. ഉഷാറല്ലേ? ഒരു മുൻകരുതലോടെയാണ് നമ്മൾ എല്ലാ മുൻകരുതലും. പറയാൻ പറ്റില്ല, നമ്മുടെ മനുഷ്യന്മാരിന്ന് അവിടെ ഇരുന്നല്ലോ. നമ്മളല്ലേ പോണ്. കാണാൻ ബാലൻസ് ഉണ്ട്. അതെ അതെ, കണ്ടിട്ട് വരാണ്ടിരിക്കാം. അപ്പൊ നമ്മള് ഇവിടുന്ന് പുറപ്പെടുകയാണ്. സമയം 4:20. അപ്പൊ ഇവിടെ പോയാലോ? ഓ, യാത്രയാക്കാം. എന്താ ചെറിയ റിമാർക്ക് എന്തറിയോ, പോർച്ചുഗലിന്റെ കളിയാണ്. എത്ര മണിക്ക്? തമിഴ്നാട് കയറിയതും ഫസ്റ്റ് പമ്പ് തന്നെ നേരെ പമ്പാണ്. അപ്പോൾ അതിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന കൊടൈക്കനാലിലേക്കാണ് നമ്മൾ പോണത്. നമ്മുടെ അവിടെ നിന്ന് 151 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിലേക്ക്. പഴനി വഴിയാണ് നമ്മൾ പോണത്. പഴനി കയറില്ല, പക്ഷെ പഴനി വഴിയാണ് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോവുക. ഇപ്പോൾ പൊള്ളാച്ചി എത്താറായി. നല്ല മഴയാണ് രാവിലെ തന്നെ. എന്താ മാമ രാവിലെ ഇങ്ങനെ മഴ? മഴക്കാലം ആയതുകൊണ്ട് മഴ വേണ്ടോ? അതെ, മഴക്കാലം ആയതുകൊണ്ട് മഴ വീണു. ഈ പാസ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ തന്നെ സേഫ്റ്റി ആയിട്ട് എടുത്തു വെച്ചു. അതൊക്കെ ഇല്ലാതിരുന്ന പോയ ബുദ്ധിമുട്ട്. അതെ, അതിനൊരു തടസ്സം വേണ്ടല്ലോ. ഈ പാസ്സൊക്കെ എടുത്തു വെച്ചു. മഴ അവിടെ കുറവായിരിക്കുന്നു വിചാരിക്കണോ അറിയില്ല. നമ്മളിപ്പോ പഴനി എത്തിയിട്ടുണ്ട്. അത് ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് പഴനി ഹില്ല് കാണുന്നുണ്ടല്ലോ. അതിന്റെ മുകളിൽ നമ്മൾ കയറാൻ പോണതാണ് ഈ കൊടൈക്കനാൽ ഹില്ലാണത് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഹില്ല് കയറി നമ്മൾ അപ്പുറത്തിറങ്ങും. ഇതാണ് കൊടൈക്കനാൽ. രാവിലെ തന്നെ നല്ല ക്ലൈമറ്റ് ആണ്. ഒരു ഏരിയ ആണ് നമ്മുടെ വടക്കൻ സെൽഫി സിനിമയിലൊക്കെ കാണാം. കുറെ ഈ സൈഡാണ് അവർ ഷോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മ ആളിയാർ പോകുമ്പോ വാൾപ്പാറ പോകുന്ന സമയത്ത് അതേ കാണുന്ന ഒരു സ്ട്രെച്ചാണ് ഇവിടെയും. പുളിമരങ്ങളുടെ ഒരു ഭംഗി, നല്ല 2 സൈഡും പുളിമരവും അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പോണതും നല്ല ഭംഗിയാ കാണാൻ. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ട് നിർത്തിയതാണ്. ഒന്നും പറയാനില്ല കേട്ടാ, ഗംഭീരം. ട്രാൻസ്ഫോമറിന്റെ പിന്നിലാണ് വ്യൂ. എന്ത് കൃഷിയാണ്! എന്താ അണ്ണാ ഇത് എന്നാ ഇതാക്കും? കോളിഫ്ലവറാ? ഓ, ഓക്കെ. ശരി.
കുമ്പളങ്ങിയാണ് ഗൈസ്. കുമ്പളങ്ങിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്താ കൃഷി, ഒരു വ്യൂ നോക്കി. സൂര്യപ്രകാശം മലയിൽ വന്ന് വീഴുന്നുണ്ട്. ഓ അടിപൊളി. അവിടെ കൊറേ ഇതല്ല, കൊറേ വീടുകളൊക്കെ ഉണ്ടല്ലോ മമ്മോളില്. ഇത് അപ്പുറത്തും എല്ലാം ഉണ്ട് കേട്ടാ. ഇവിടെ നോക്ക്, ഈ ചാലിന്റെ 2 സൈഡുമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് 58 കിലോമീറ്റർ ഉണ്ട്. നമ്മള് നേരെ മുന്നോട്ട് പോവാ. അപ്പൊ നമ്മള് മുന്നോട്ട് പോകുന്നുണ്ട്. കൊടൈക്കനാൽ ലക്ഷ്യമാക്കി നമ്മൾ പോവാണ്. വിശക്കണല്ലേ മാമ? ഓ എനിക്ക് ഹരിക്കോ? എനിക്ക് കടന്ന് കേറുമ്പോ തന്നെ വിശപ്പുണ്ടായിരുന്നു. വേണ്ട പറയണ്ട. അല്ല 8 മണി നമുക്ക് കഴിക്കാം. നേരത്തെ കഴിച്ച പിന്നെ 8 മണിക്ക് പിന്നെയും വിശന്നല്ലോ. എന്താണെന്ന് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ഓ 8 മണിയാണ് പ്രധാനം. 8 മണിക്കാണ് വയറ്റുന്ന കൂടുതൽ അലാറം വരിക. 3 മണി 4 മണിക്ക് ഇറങ്ങുമ്പോ 4 മണിക്ക് കഴിച്ച പിന്നെ 4 മണിക്ക് പിന്നെ വിശക്കില്ലേ. അപ്പൊ 4 നേരത്തെ ഫുഡാവും. അപ്പൊ അതുകൊണ്ടാണ് വേണ്ട. നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം. നല്ല നല്ല ഇഡ്ഡലി കിട്ടും അല്ലേ? ഇഡ്ഡലിയും ദോശ കിട്ടും, സാമ്പാർ. എവിടെന്ന്? അതെ, പൊങ്കലുണ്ട്. അത് എവിടെ കിട്ടുകയാണെങ്കിൽ പൊങ്കൽ കഴിക്കാട്ടാ. പ്ലാൻ ചെയ്യും. നമ്മള് കൊടൈക്കനാൽ ഹില്ല് കയറാൻ തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 14 വെന്റ് ഉണ്ട് ടോട്ടല്. അപ്പോൾ അതില് ഇനി 13 ഉണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ കണ്ട, ഓ കാലക്കി അല്ലേ? ഇടയിൽ എന്തോ ഒരു മിസ്റ്റിന്റെ ഇതാണ്, ഗ്യാപ്പ് ഇടയിൽ കൂടി മിസ്റ്റ്, ആ അതെ, ക്ലൗഡ് ബെഡ് മാതിരി. ഒരു രക്ഷയില്ല. ആ രാവിലത്തെ ലൈറ്റിങ്ങിലാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് കിട്ടുക. അപ്പോൾ അതെ, നമ്മൾ കൊടൈക്കനാലിൽ കയറുമ്പോൾ ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡാണ്. എങ്ങനെയാണ് മാമ? കലക്കനായിട്ടുണ്ട് ലൈറ്റിംഗ്. അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. വ്യൂ നീല, കറുപ്പ്, വെള്ള എല്ലാം കാണുന്നുണ്ട്. എല്ലാ നിറങ്ങളുള്ള മേഘങ്ങൾ. അടിപൊളി സ്കൈ. നമ്മൾ രാവിലെ വരുമ്പോൾ നല്ല മഴയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്നു പ്രതീക്ഷിച്ചില്ല. അടിപൊളി. സവരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഏതാണ് കട? ഞങ്ങൾ മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും രാവിലെ, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നത്. നല്ല ചൂടിടില്ല കേട്ടോ രാവിലെ. സാമ്പാറും ചമ്മന്തി ചട്നി 3 ഉണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടവഴിയിൽ നിർത്തിയിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴനി വ്യൂ പോയിന്റ് കാണാൻ പറ്റും. പഴനി നമുക്ക് നല്ല ഇതാണ് പഴനി ടെമ്പിൾ മജസ്റ്റിക് വ്യൂ പോയിന്റ്. ഇത് കാണുന്നതാണ് പഴനി. യൂക്കാലിപ്റ്റസ്, നല്ല സ്കൈ, നീലാകാശം, നീലാകാശവും ഫ്രെയിമും
കൊടൈക്കനാലിലെത്തുമ്പോൾ ഒരു ഫസ്റ്റ് ഫോട്ടോ പോയിന്റ് കാണും. യൂക്കലിപ്സ് മരങ്ങളും ഇതൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനും എല്ലാം. പെട്ടെന്ന് ഇവിടെ മിസ്റ്റ് കയറി വരികയും ചെയ്യും അല്ലേ മാമ? അതെ, ഇന്ന് യാത്രക്കാരുടെ വണ്ടികൾ വളരെ കുറവാണ്. എല്ലാത്തിരുന്ന ഇവിടെ ആകെ ബ്ലോക്ക് ആയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാകുമായിരുന്നു. വളരെ കുറവ് കാരണം ഒന്നുമില്ല, തീരെ ഇല്ല. നമ്മൾ ഇത്ര നേരം ഒരുപാട് വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്തു. അതെ അതെ, നമ്മള് നടു റോട്ടില് വെച്ചിട്ട് അവിടെ വീഡിയോ ഫോട്ടോ കൊടുക്കണ്ടേ, അത്ര ആൾക്കാരില്ല, ആരും ഉണ്ടായിരുന്നില്ല. നമ്മള് കുറച്ചു മുമ്പ് കണ്ടത് പഴനി വ്യൂ പോയിന്റ്. അത് കഴിഞ്ഞ് ഉള്ളത് യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയിലുള്ള ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്. ഇവിടെ നിന്ന് ഇന്ന് തിരക്കില്ലാത്ത കാരണം വളരെ നല്ല ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടി. ഇവിടെ പരമാവധി വന്ന് ശ്രമിക്കുക, ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. യാത്രന്റെ ഇടയിലാണ് ഞങ്ങൾ കേട്ടോ. വാ. അതുപോലെ തന്നെ ഇവിടെ ചെറുകിട കടകളും ഉണ്ട്. നമുക്ക് ചായയോ സ്നാക്സും അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള കടകളും ഇവിടെ തന്നെ ഉണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. മുകളിൽ പോട്ടെ. തണുപ്പ് അങ്ങനെ പറയാനില്ല, തണുപ്പ് കുറവാണ്. വീണ്ടും വ്യൂ ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി സാധനം. ക്ലൗഡ് ബെഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വാലിയിൽ ക്ലൗഡ് ബെഡ് ഫോം ചെയ്തുകൊണ്ട് ഇനി കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ നല്ലൊരു വ്യൂ കിട്ടും. ഈ നല്ലൊരു വാലിയിൽ കയറുകയാണ് കുത്തിയിട്ട് ക്ലൗഡ് ബെഡ്. ഫോട്ടോ എടുക്കാൻ നിർത്തി ഇവിടെ പൂവുണ്ടോ, നല്ല ഭംഗിയില്ല. ഒരുപാടുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. നമ്മൾ വരുന്ന ഭാഗത്തൊക്കെ രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ പൂത്ത് നിൽക്കുകയായിരുന്നു. ഈ വണ്ടി നിൽക്കുന്ന ആ വ്യൂ ഒക്കെ കണ്ടു നോക്കി. ക്ലൗഡ് ബെഡ് വീണ്ടും കൂടുതലായി. സ്വർഗത്തിൽ നിൽക്കണ പോലെ ഉണ്ട്. അതിന് സ്വർഗത്തിൽ മുമ്പ് പോയിട്ടുണ്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ, പറയുമ്പോ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. അല്ലേ മാമ? അല്ലെ ഞാൻ പറഞ്ഞേ അത് കാണുമ്പളേ സ്വർഗത്തിൽ പോയ പോലെ ഉണ്ട് പറഞ്ഞേ. അപ്പൊ ഞാൻ മുമ്പ് സ്വർഗത്തിൽ പോയിട്ടുണ്ട്. ആരും അങ്ങനെ കമന്റ് ചെയ്യില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ കമന്റ് പറഞ്ഞത്. അപ്പൊ നമ്മള് പെരുമാൾ മല എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി റൈറ്റിലേക്കാണ് കൊടൈക്കനാൽ പോവുക. തേനി മധുരൈ റോഡാണ് ഈ നേരിട്ട് കാണുന്നത്. ഈ റോഡാണ് തേനി മധുരൈ, അവിടെ നിന്ന് കയറി വരുന്നത്. നമുക്കിനിപ്പോൾ പോകുന്നത് റൈറ്റ് കൊടൈക്കനാൽ. ഈ രണ്ട് വഴിയാണ് ആകെ ഉള്ളത് കൊടൈക്കനാലിലേക്ക്. ഒന്ന് പഴനി വഴിയും പിന്നെ തേനി വഴി വന്നാലും ഈ ജംഗ്ഷൻ എത്തിയിട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളു. ഇത് കഴിഞ്ഞ പിന്നെ കൊടൈക്കനാൽ ടൗൺ. ഇപ്പൊ നമ്മള് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. മെയിൻ ചെക്ക് പോസ്റ്റ് ആണ് കൊടൈക്കനാലിലെ. ചെക്ക് പോസ്റ്റിൽ ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ. അപ്പൊ നമ്മള് ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വന്നതെന്ന് തന്നെ സിൽവർ കാസ്കേഡ് എന്ന് പറഞ്ഞിട്ട് വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ. വെള്ളം കുറവാണ്, വെള്ളമൊക്കെ നല്ല രീതിക്കുള്ള സമയത്ത് അടിപൊളി വാട്ടർഫാളാണ് അവിടെ കാണാൻ, ഭയങ്കര രസമാണ്. എല്ലാവരും കൊടൈക്കനാൽ വരുന്നവരെല്ലാവരും അത് കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഒരുപാട് ഫോട്ടോസുകളും കൊടൈക്കനാലിലെ പോകുള്ളൂ എല്ലാവരും. കൊടൈക്കനാൽ ലേക്കിലെ വെള്ളമാണിത്. ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് കേട്ടറിവ്. അവിടെ കൊടൈക്കനാൽ ലേക്കിലെ വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്നിട്ട് വരുന്നതായിട്ടാണ് കേട്ടറിവ്. നമ്മുടെ വാൾപ്പാറയിലെ മങ്കി ഫാൾസ് പോലെ അതേപോലെ. ഇൻക്രെഡിബിൾ ഇന്ത്യ. ഭയങ്കര സ്മെല്ല് കേട്ടോ ഇവിടെ, വൃത്തികെട്ട സ്മെല്ല്. ഹരി ഇങ്ങോട്ട് വാ. ഇതെന്താ ഭയങ്കര സ്മെല്ല് അല്ലേ? വെള്ളം ഫുള്ളും ആളുകളൊക്കെ വന്ന് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടിട്ട്. അതെ,
ഇത് കൊടൈക്കനാൽ ലേക്ക് നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പൊ അവിടെ തന്നെ ലേക്കിലുള്ള ഇതുകളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് കാരണം ഇനിയിപ്പോ ഇവിടെ ഇപ്പോ കെട്ടി നിൽക്കുന്ന വെള്ളമായതുകൊണ്ട് നല്ല സ്മെല്ല് ഭയങ്കര സ്മെല്ലാട്ടത് ഇവിടെ. ഇവിടെ നിൽക്കുമ്പോ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കണം, ഞങ്ങള് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവിടെ ഒരു സ്മെല്ല് ഇത്തിരി കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പ്യൂർ വെള്ളമല്ല. എന്തായാലും കൂടുതൽ നിൽക്കണില്ല, മുന്നോട്ട് പോവാം. വേറെ കുറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട്, അതുകൊണ്ട് മുന്നോട്ട് പോവാണ്. കുറവാണ്, അതാണ് ഒരു വലിയ വിഷമം. തിരക്ക് കുറവാണ്. കൊടൈക്കനാലില് ഇപ്പൊ പുതിയൊരു ഗവൺമെന്റ് റൂള് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു പാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറെ പോയിന്റുകളിലേക്ക് നമുക്കത് ഫ്രീ ആയിരിക്കും. ഇപ്പോൾ പില്ലർ റോക്ക്, പിന്നെ ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ് ആൻഡ് മോയർ പോയിന്റ്, ഇവിടെ എല്ലാം നമുക്ക് പിന്നെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അത് ഗവൺമെന്റിന്റെ പുതിയൊരു റൂള് വന്നിരിക്കുന്നതാണ് അങ്ങനെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഊട്ടി സ്റ്റൈല് ഓർമ്മ വരും അല്ലേ? കൊടൈക്കനാൽ സ്റ്റാർ ലേക്ക് 1 കിലോമീറ്റർ. നമ്മളങ്ങനെ കൊടൈക്കനാല് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലേക്കിലേക്ക് 1 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എത്തി. ഇവിടുന്ന് റൈറ്റിലേക്ക് പൂമ്പാറ, കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് 1 കിലോമീറ്റർ. നമുക്ക് പൂമ്പാറ വഴിയാണ്. പൂമ്പാറ ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. ഇതാണ് കൊടൈക്കനാൽ ലേക്ക്. ആരുമില്ല അല്ലേ? തിരക്കില്ല. പൂമ്പാറ 19 കിലോമീറ്റർ, മന്നവന്നൂർ 32 കിലോമീറ്റർ. പൂമ്പാറ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഹോട്ടലുകളാണ്. ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് ഇവിടെ. പൂമ്പാറ പോണ വഴിക്കാണ് നമ്മളിപ്പോൾ. ഇത്ര നേരം ടെമ്പറേച്ചർ 21 ഇപ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ചായി 18 വന്നു. ഇപ്പോഴൊന്ന് ഉഷാറായത്, ഓണായത്. ഇത്ര നേരം ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അയ്യോ തണുപ്പില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അത് മാറിക്കിട്ടി. ഇനി പൂമ്പാറയ്ക്ക് 14 കിലോമീറ്റർ. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ഇനി 14 കിലോമീറ്റർ ഉണ്ട് പൂമ്പാറയ്ക്ക്. നല്ല രസമായിട്ടാണ്. ഇനി പോണ വഴിക്കൊക്കെ നല്ല രസമായിരിക്കും കാണാനൊക്കെ, അടിപൊളിയാണ്. 2 സൈഡും ചെറിയ ചെറിയ മരങ്ങളും ഇതൊക്കെ ആയിട്ട്. പോണ വഴിക്ക് ഒരു വ്യൂ പോയിന്റ് കണ്ടു കേട്ടോ. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ കണ്ടു, കിട്ടില്ല, ഒരു രക്ഷയില്ല കേട്ടോ. അവർ കാണിച്ചു തരാം. അടിപൊളിയാ, നല്ലൊരു വ്യൂ, നല്ല മിസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുള്ള അടിപൊളിയാ. ഗംഭീരം അല്ലേ മാമ? ചെറുതായിട്ട് പട്ടു നമ്മള്. വണ്ടിയിൽ കയറാൻ വിടില്ല, കുരക്കുകള് കടിക്കാൻ വരിക. അതിൽ കയറിയിട്ട് ഒരു രക്ഷയില്ല, അവര് പോണില്ല. പോടാ ഒന്നുമില്ല. നമ്മടുത്ത കളയത് എന്റെ ബാഗ് വണ്ടിനുള്ളിൽ കേറിയിട്ടത് അറിയാതെ ഗ്ലാസ് തുറന്ന് വെച്ചു. എന്റെ ബാഗ് തുറന്ന് സാധനങ്ങളൊക്കെ നോക്കി, അത് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് എല്ലാം വലിച്ചു താഴെയിട്ടിട്ട് പോയി. അത് ഇഞ്ചിമുട്ടായി തന്നിട്ട് പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? പാവം.
എങ്ങനെ പോയാൽ പൂമ്പാറ എത്തും തോന്നുന്നില്ല കേട്ടാ. ഇത് ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിൽ നിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താ സംഭവം എന്നറിയോ? ഇത് നോക്ക്, ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ കണ്ടിട്ട് നമ്മൾ എങ്ങനെ നിർത്താണ്ട് പോകും? ഒരുപാട് നിറത്തിൽ പെയിന്റ് അടിച്ചിരിക്കുന്നു. അതിന്റെ പിന്നില് മല, അതിൽ മിസ്റ്റ് വന്ന് അടിച്ച് ക്ലൗഡ് ബേർഡ് എങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കും. ഒരു രക്ഷയില്ലാത്ത വ്യൂ. കുറെ ഗ്രാമങ്ങളും കൊടൈക്കനാലിന്റെ പൂണ്ടി ഭാഗത്തുള്ള കുറെ ഗ്രാമങ്ങളാണ് അത്. എന്ത് രസമല്ല അതിന്റെ വീടൊക്കെ നോക്കിയേ. അവിടെ ഒരു അമ്പലം. നമുക്ക് പൂമ്പാറ മുരുകൻ ടെമ്പിൾ 2 കിലോമീറ്റർ റൈറ്റിലേക്കാണ്. ബോർഡുണ്ട്. പൂമ്പാറ 1.5 കിലോമീറ്റർ. ഇതാണ് നമ്മൾ പറഞ്ഞ പൂമ്പാറ വില്ലേജ്. അടിപൊളിയല്ലേ? എത്ര പീസ്ഫുള്ളാണ് നോക്കി. ഇവിടെ ഈ കാണുന്ന കൃഷിയെല്ലാം നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കൃഷിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇത് നോക്കി, നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിസ്റ്റ് വന്ന് കയറിയത് കണ്ട. അപ്പുറത്തുള്ള ഗ്രാമമൊന്നും കാണാൻ എല്ലാം മിസ്റ്റ് വന്ന് കയറി. ഇനിയിപ്പോൾ ഇതും കാണില്ല. അടിപൊളിയല്ലേ? ഗംഭീരം. അയ്യോ, മിസ്റ്റ് മുഴുവൻ പുതിയ നമ്മുടെ അവിടേക്കാണ് വരുന്നത്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പം മിസ്റ്റ് മുഴുവൻ എനിക്ക് കയറി വന്നുകൊണ്ടിരിക്കുക. ഷോ നോക്ക്. നോക്കി, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പൂമ്പാറ ആ ഗ്രാമങ്ങളൊന്നും കാണില്ല. എല്ലാം മിസ്റ്റ് വന്ന് കയറി. ഒരു രക്ഷയില്ലാട്ടാ. മിനിറ്റുകൾക്കുള്ളിൽ അപ്പോൾ മിസ്റ്റ് കയറിയത്. അത്രയും കാറ്റുണ്ടായിരുന്നു. അടിപൊളി. എന്താ ഫീൽ എന്ന് അറിയാം. ഇവിടെ നിൽക്കുമ്പോഴാണ് ആ ഒരു ഫീല് മനസ്സിലാവണം. വീണ്ടും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. ഒരു ഭംഗി തന്നെയല്ലേ? നമ്മൾ മിസ്റ്റ് വന്ന് കയറിയിട്ട് പോണ സമയത്ത് ഇത് ചെറുതായിട്ട് ആ ഗ്രാമങ്ങൾ അങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും വരും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ പൂമ്പാറയും പൂണ്ടിയിലെയും വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ, ടാറ്റാ.